ഓർമ്മകൾ രേഖപ്പെടുത്തുന്ന സ്ത്രീകൾ ഫലത്തിൽ ചെയ്യുന്നത് എന്താണ്? അവർ രേഖപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെയും കാലത്തിൻ്റെയും ഒരു ഗ്രാഫിക് അനുഭവമാണ്. 2003 മർജീൻ സത്രപി എന്ന ഇറാനിയൻ ആർട്ടിസ്റ്റിൻ്റെ പെർസിപോളിസ് എന്ന ഗ്രാഫിക് നോവൽ ഇറങ്ങുന്നത്. 2004 ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ ഗ്രാഫിക് നോവലുകളെക്കുറിച്ച് ഒരു കവർ സ്റ്റോറി ചെയ്തു. പ്രൗഢമായ നോവലുകൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്തോ അത് സാധാരണക്കാരൻ്റെയും വായനാ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും വിധം ഇപ്പോൾ ഇതാ ഗ്രാഫിക് നോവലുകൾ എന്ന ഒരു പുതിയ സാഹിത്യരൂപം ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ആ കവർ സ്റ്റോറി പറഞ്ഞത്. അതെഴുതിയ മഗ്രാത്ത് എന്ന ലേഖകൻ പറഞ്ഞത് ഈ പുതിയ സാഹിത്യ ലോകത്ത് നിറയെ പുരുഷന്മാരാണെന്നാണ്. അതിൽ ഫീച്ചർ ചെയ്ത എല്ലാവരും പുരുഷന്മാരുമാണ്. സ്വാഭാവികമായും ആർട്ട് സ്പീഗൽമാൻ്റെ മൗസ് എ സർവൈവേഴ്സ് ടെയിൽ എന്നതാണ് അതിൽ തന്നെ മുഖ്യമായത്. പക്ഷെ 2003 തന്നെ മർജീൻ സത്രപിയുടെ പെർസിപോളിസ് ഇറങ്ങിയിരുന്നു. 2006 അലൈസൺ ബഗ്ഡാലിൻ്റെ ഫൺ ഹോമും ഇറങ്ങി. വീട്ടകങ്ങളിലായാലും പൊതുവിടത്തായാലും തങ്ങളുടെ ജീവിതങ്ങളിൽ സമൂഹം നടത്തുന്ന നാടകങ്ങളാണ് രണ്ടിലും വിഷയം. സംസ്കാരങ്ങളും വംശീയ യുദ്ധങ്ങളും സൗന്ദര്യബോധവും കുറ്റബോധങ്ങളും ശൈശവങ്ങളും ഒക്കെ ഒരുമിച്ച് തങ്ങളുടെ വ്യക്തിജീവിതത്തിൽ കളിക്കുന്ന കളികൾ കഥയാക്കിക്കൊണ്ടാണ് സ്ത്രീകളും ലിംഗപലമരും ഈ പുതിയ സാഹിത്യരൂപം തങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയത്. ചിത്രങ്ങൾ നോക്കിക്കൊണ്ടുള്ള കഥവായന ലോകത്തെ ആധുനിക സമൂഹങ്ങളിലെങ്ങും സാഹിത്യ മേധാവിത്വമുള്ള സാക്ഷരതയുടെ വായനാശീലത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഗ്രാഫിക് നോവൽ ഒരു പുതിയ സാഹിത്യരൂപമല്ല. ചിത്രമാകട്ടെ ഒരു വിനോദ ഘടകമാണെന്ന മുൻധാരണ സാക്ഷരതയുടെ വായനാശീലത്തിൽ പണ്ടുമുതലേ വളരെ വ്യക്തമായിരുന്നു. വാക്കുകൾ ഏത് സാഹിത്യത്തിലും വിശദീകരിക്കാതെ വിടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ സാഹിത്യാനുഭൂതിക്ക് ഏതാനും ചില ഇലസ്ട്രേഷനുകൾ കൊണ്ട് നിയന്ത്രിതമായ വ്യാഖ്യാനാനുമതി നൽകാം. അതും സാക്ഷരതയുടെ വായനാശീലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പതിവാണ്. പക്ഷേ ചിത്രം വിനോദോപാധി മാത്രമല്ലെങ്കിലോ? അത് കഥ പറച്ചിലിനെയും സംഭാഷണങ്ങളെയും അവിടെ തന്നെ ഇരുന്ന് സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശദാംശങ്ങൾ തന്നാലോ? അത് ഈ കഴിഞ്ഞ 2 ദശകങ്ങളിൽ ഏറെയും സ്ത്രീകൾ ആലോചിച്ച ഒരു കാര്യമാണ്. കഥനത്തിലെ ഈ മാറ്റിപ്പിടുത്തമാണ് ഈ ജനുസിലെ പുതുമ. അതുകൊണ്ട് ഗ്രാഫിക് അവങ്കാർഡ് എന്നത് ഇന്ന് ഏറെയും സ്ത്രീലോകത്തിൻ്റേതാണ്. ഗ്രാഫിക് നോവൽ ജനുസ് വിനോദോപാധി എന്ന പതിവ് നിലയിൽ നിന്ന് ഏറെയൊന്നും പുതിയതാകാതെ നിന്ന ഒരു ഘട്ടത്തിൽ ആൺ സംഭാവനകൾ മാത്രം പരിഗണിച്ചുകൊണ്ടാണെങ്കിലും പുതിയ സാഹിത്യരൂപം എന്ന് തിരിച്ചറിയാൻ ന്യൂയോർക്ക് ടൈംസിനെ പ്രാപ്തമാക്കിയത് ആ പുതുമയാണ്. സ്ത്രീകളുടെ കഥന രീതികളുടെ തുറസ്സുകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്കിതൊരു പുതിയ കഥന രൂപം എന്ന വിശാലമായ അർത്ഥത്തിൽ തിരിച്ചറിയാനാകാഞ്ഞതും. ഒരു ന്യൂ നെറേറ്റീവ് പ്രാക്ടീസ് എന്ന നിലയിൽ തിരിച്ചറിയാനാകാഞ്ഞതും. അവ്യക്തതയുടെ സാഹിതീയമായ അനുഭൂതി മൂടികൾ മാറ്റിയാൽ എല്ലാ കഥകളും അസ്ഥിരമാണ്, വിശദമായി ചിത്രത്തിൽ മാറ്റിക്കാണിക്കാവുന്നതുമാണ്. അതിൽ തന്നെ വിനോദരൂപത്തിലുള്ള ചിത്രം എന്നത് സ്ത്രീകൾക്ക് ജീവിത വിലക്കുകൾ മാറ്റി തുറന്നു കാണിക്കാനുള്ള സാംസ്കാരിക സംരക്ഷണവും പകരുന്നു. കുറച്ചു കാലം മുമ്പ് ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക് പെൺവസ്ത്രങ്ങളുടെ രാഷ്ട്രീയവും സൗന്ദര്യവും സ്ത്രീപക്ഷവും എന്താണെന്നതിനെപ്പറ്റി ആലോചിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി. പല ആലോചനകൾ കൊണ്ട് നിറഞ്ഞ നിത്യജീവിതത്തിലുണ്ടായ ഒരു സാധാരണ ആലോചന മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ധരിച്ചു ശീലമില്ലാത്ത വസ്ത്രങ്ങൾ, കൗതുകം ജനിപ്പിക്കുന്ന ചുറ്റൽ വിധങ്ങളും അലുക്കുകളും വിധാനങ്ങളും വർണ്ണങ്ങളും. ശരീരത്തിൽ ധരിക്കുന്നതിനുള്ള ഒന്നാണ് വസ്ത്രം. പക്ഷേ അതിലധികം ശരീരത്തെ മറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള പുരുഷ ഭീഷണികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സ്ത്രീകളുടെ ഏതു വസ്ത്രവും. ഉടലാകെ മൂടുന്ന ഇസ്ലാമിക് പെൺവസ്ത്രങ്ങളാകട്ടെ ഒരു മതവസ്ത്രം എന്നതിൻ്റെ അത്ര തന്നെ കടുത്ത പുരുഷാധിപത്യ സ്വഭാവമുള്ള വസ്ത്രമായി കാണുന്ന പൊതുധാരണകൾ നമുക്കിടയിൽ വ്യാപകമാണ്.
സാരിയിലും നേരിയതിലും ചുരിദാറിലും ജീൻസിലുമൊക്കെ മതപരവുമല്ലാത്തതുമായ പലതരം അധിക ബാധ്യതകൾ സന്ദർഭോചിതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതത്ര എടുത്തു കാട്ടപ്പെടാറില്ല. നേരിയതൊക്കെ മലയാളി ദേശീയതയുടെ ചിഹ്നം പോലെ തന്നെ ഏറ്റെടുക്കപ്പെടുന്നു. ഇസ്ലാമിക വസ്ത്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്ത്രീകൾക്ക് ഒരു ബാധ്യതപ്പെട്ട വസ്ത്രം പോലെയും കരുതപ്പെടുന്നു. എന്നാൽ ചുറ്റുമുള്ള കൂട്ടുകാരികളുമായി കൗതുകങ്ങളും സ്നേഹവും ആത്മാനുഭവങ്ങളും പങ്കുവയ്ക്കവേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് ഒരു സംസ്കാരത്തിൻ്റെയും ആശയലോകത്തിൻ്റെയും താരതമ്യേന പുതിയ സന്ദർഭത്തിലെ ഒരു വരവാണ്. ഇന്ത്യയിലെ വസ്ത്ര സംസ്കാരത്തെ ഒട്ടൊക്കെ രാഷ്ട്രീയമായി അടയാളപ്പെടുത്തും വിധം മതരാഷ്ട്രീയ സ്വത്വബോധവും തുറന്ന കമ്പോളവും മൂലധന വിപണിയുമാണ് ഇതിനെ അടിസ്ഥാനപരമായി പ്രചാരത്തിലാക്കുന്നത്. സർഗാത്മകതയും സൗന്ദര്യബോധവും അതിലൊന്നും എങ്ങനെ പ്രവർത്തിച്ചാലും തിരിച്ചറിയപ്പെടണമെന്നില്ല. അതായത് ഇസ്ലാമിക് വസ്ത്രധാരണത്തെ സാംസ്കാരികമായും സൗന്ദര്യാത്മകമായും ഉള്ളിലേക്കെടുക്കാൻ നമ്മുടെ പൊതുവിടം വേണ്ടത്ര സജ്ജമല്ല. ഇസ്ലാമിക് വസ്ത്രധാരണ രീതികൾ ഈ ലോകത്തുള്ള ഏതൊരു സംസ്കാരവും പോലെ അതിന് സഹജമായ അണിയൽ വിധങ്ങൾ സാധ്യമാക്കുന്നു എന്നേ കാണാനുള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ പല കൂട്ടുകാരികളും എന്നോട് പറയുന്നത് പോലെ തോന്നി, ഞാൻ കാണുന്നു നിങ്ങൾ കാണാത്തത്. അവർ ആകാശത്തേക്കെറിഞ്ഞൊരു മുദ്രാവാക്യം പോലെ അന്നെനിക്കത് അനുഭവപ്പെട്ടു. അതോടെ മുഴുവനായി മൂടുന്ന ഒരു വസ്ത്രം ഒരു ശരീരത്തിന് കൊടുക്കുന്ന വല്ലാത്ത മിനിമലിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് ചിന്ത ഉണർന്നു. കണ്ണിനെ അത് മിഴിവുറ്റതാക്കുന്നു. ഏതു ലോകത്തെയും അതിനകത്തിരുന്ന് വിമർശിക്കാവുന്ന കാഴ്ചകൾ കൂസലില്ലാതെ നേടിയെടുക്കാവുന്ന ഒരു കണ്ണ്. മതരാഷ്ട്രീയത്തിലായാലും പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിലായാലും നിലനിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയിൽ നിശ്ചയമായും പ്രവർത്തിക്കേണ്ട ഒരു കണ്ണാണ് അത്. അതാകട്ടെ ഒരു മിനിമലിസ്റ്റ് ശരീരഘടകം പോലെ അനുഭവിക്കാം. അതിന് ലോകത്തെ സംശയിക്കാനും സാധിക്കും. തികച്ചും ശാരീരികമായ ഒരു കൺഭാഷ ഏത് സമ്മർദ്ദത്തിലും അങ്ങനെയൊരു വസ്ത്രത്തിൽ അവശേഷിക്കും. ആ വിധത്തിൽ അതൊന്ന് അനുഭവിച്ചു നോക്കാനുള്ള പ്രേരണ അപ്പോഴെനിക്ക് കലശലായി. കണ്ണിൻ്റെ സ്ഥാനത്ത് ചതുരത്തിൽ മുറിച്ച ആകാശത്തിൻ്റെ നിറമുള്ള ഒരു തുണി കൊണ്ട് ഞാൻ എന്നെ ഒട്ടാകെ മൂടി. അങ്ങനെ ആകാശം ധരിച്ചപ്പോൾ ദിഗംബരയായി കവിതകൾ പാടി നടന്ന അക്കമഹാദേവിയെ എനിക്ക് ഓർമ്മ വന്നു. എന്തിനെന്നറിയില്ല. അങ്ങനെ ആകാശം ധരിച്ചു നിൽക്കുന്ന എന്നെ സുഹൃത്ത് ഫോട്ടോഗ്രാഫ് ചെയ്തു. എൻ്റെ സംശയങ്ങൾ, എന്തിനെന്നില്ലാതെ കണ്ണു നിറച്ച് കളഞ്ഞ നോട്ടങ്ങൾ, ഇതെല്ലാം ആ ഫോട്ടോഗ്രാഫുകളിലും ദിഗംബര ഭാവം പൂണ്ട് ഉണ്ടായിരുന്നു. കണ്ണുകളേ കണ്ണുകളേ എന്ന് അപ്പോൾ എൻ്റെ ശരീരം വല്ലാതെ സൂക്ഷ്മമായി. ശരീരത്തെ സൂക്ഷ്മമാക്കാൻ സഹായിച്ച എൻ്റെ ആ നാടകീയത മറ്റാരുടേതുമല്ല, ഒരു സഹജീവിയുടേതു മാത്രം. ഇന്നിപ്പോൾ ബഹുസംസ്കാരങ്ങളുടെ കടത്തുകളിൽ കാണപ്പെടുന്ന എൻ്റെ തന്നെ ആത്മീയതയുടെ പരീക്ഷണ വഞ്ചികളായിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഈ ഫോട്ടോകൾ. അങ്ങനെയിരിക്കെ ഞാൻ മർജീൻ സത്രപിയുടെ പെർസിപ്പോളിസ് വീണ്ടും എടുത്തു വെച്ച് നോക്കി വായിച്ചു. പർദ്ദയുടെ രാഷ്ട്രീയം സ്ത്രീകളെ വ്യത്യസ്തമായിട്ടാണ് ബാധിക്കുന്നത് എന്ന് വരാം. രസത്തിൻ്റെ പേരിലും ഭയത്തിൻ്റെ പേരിലും വ്യക്തിത്വ സംസ്ഥാപനത്തിൻ്റെ പേരിലും ഒന്നിൻ്റെയും പേരിലല്ലാതെയും അത് ധരിക്കുന്നവരുണ്ടാകാം. പക്ഷേ കാഴ്ചകളെ എന്ന് സ്വയം സൂക്ഷ്മമാകുന്ന ജീവിതമോഹികളെ അത് ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളിലേക്ക് നിശ്ചയമായും വലിച്ചിഴയ്ക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മതരാഷ്ട്രീയങ്ങളിലേക്ക് ഒളിച്ചു കടത്തപ്പെട്ട ഇറാനിലെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ ജീവിതമോഹി എത്ര വലിയ ആത്മീയ പ്രതിസന്ധികളിൽ എത്തുന്നുവെന്നത് മർജീൻ സത്രപിയുടെ ഈ ഗ്രാഫിക് നോവലിൽ ഒരു ആത്മകഥയായി തന്നെ അനുഭവിക്കാം. മതവും അധികാര രാഷ്ട്രീയവും പാഠപുസ്തകങ്ങളിലൂടെയും വസ്ത്രങ്ങളിലൂടെയുമാണ് ആദ്യം കടന്നു വരിക. അതാദ്യം അറിയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. കാരണം സ്കൂളുകളും സ്ത്രീ ശരീരവും പുരുഷാധികാരത്തിൻ്റെയും ആധുനികതയുടെയും കളിസ്ഥലമാണ്. സത്രപി നോവൽ തുടങ്ങുന്നത് തന്നെ പെട്ടെന്ന് ജീവിതത്തിൽ ഡ്രസ് കോഡ് മാറിയതിനെയും അത് ആൺപെൺ വിവേചനം കൃത്യമായി അനുഭവത്തിലാക്കിയതിനെയും കുറിച്ച് വരച്ചു കാണിച്ചാണ്.
പിന്നീട് എണ്ണമോഹികളായ സാമ്രാജ്യത്വ ശക്തികൾക്ക് സ്വന്തം ജനാധിപത്യ ബോധം അടിയറ വച്ച് ചക്രവർത്തിയായി വേഷമണിഞ്ഞ ഒരാളുടെ ഭരണം ഒരു ജനകീയ വിപ്ലവം കൊണ്ട് അവസാനിച്ചപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ ചെന്ന കുട്ടികൾ നേരിട്ടത് വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു. ചക്രവർത്തി ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് പ്രഖ്യാപിച്ച ടീച്ചർ തന്നെ ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചക്രവർത്തിയുടെ എല്ലാ ചിത്രങ്ങളും കീറിക്കളയാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും പങ്കില്ലാത്ത മുതിർന്ന ആൺലോകത്തിൻ്റെ നീതിയും നിയമവും കരുണയുമെല്ലാം ലോകത്ത് എങ്ങനെ വലിയ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് സത്രപിയുടെ ഈ ഗ്രാഫിക് നോവലിൻ്റെ മാത്രമല്ല, ജീവിതത്തിൻ്റെയും അന്തർധാരയാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും അനുഭവിക്കുന്ന ജീവിതം ആത്മീയതയുടെയും രാഷ്ട്രീയ പ്രതിഷേധത്തിൻ്റെയും ലോകത്ത് ഒട്ടും പരിഗണിക്കപ്പെടുന്നില്ല. അവർ അനുസരിക്കാനുള്ളവരാണ്. അത്തരത്തിൽ അപ്രസക്തവും നിഷ്കാസിതവുമായി തീരുന്ന ഇറാനിലെ തൻ്റെ ചിന്താജീവിതമാണ് മർജൈൻ സത്രപി എന്ന മാർജി ഈ കഥനത്തിൽ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ദൈവത്തെയും മതത്തെയും നീതിയെയും സമ്പത്തിനെയും കുറിച്ചുണ്ടായിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ അവളിലൂടെ കടന്നു പോരുമ്പോൾ കോമിക് പ്രതിനിധാനങ്ങളായിത്തീരുന്നു. ആശയങ്ങൾ ഉണ്ടാക്കിയത് ചക്രവർത്തിയായാലും തത്വചിന്തകനായാലും മാർക്സ് ആയാലും വേണ്ടില്ല. ദൈവത്തിന് മാർക്സിൻ്റെ ഛായയുണ്ടെന്ന് മാർജി യുക്തിസഹമായി ഈ പുസ്തകത്തിൽ ഒരിടത്ത് കണ്ടെത്തുന്നുണ്ട്. അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നു പേരുള്ള കോമിക് ബുക്കിലൂടെയാണ്. അവളുടെ കൂടെ ചങ്ങാതിയായി വരുന്ന ദൈവമാകട്ടെ അവളുടെ ഏകാന്തതയിലെ ഗൗരവപ്പെട്ട സംവാദിയും ചങ്ങാതിയുമാണ്. ഏറ്റവും നിസ്സഹായമാക്കുന്ന ചോദ്യങ്ങൾ ആ താടിക്കാരനോട് മാർജി ചോദിക്കുന്നുണ്ട്. ഒരു നാൾ ആളുകളെ പുറത്തുനിന്ന് പൂട്ടി സിനിമാ തിയേറ്റർ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ മുതിർന്നവരുടെ കൂടെ പോകണമെന്നും ഉദ്യാനത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് മുഷിഞ്ഞെന്നും കുഞ്ഞു മാർജി മാതാപിതാക്കളോട് പറയുന്നു. രാജഭരണത്തിനെതിരെ ആൾക്കൂട്ടത്തിൽ ചേർന്ന് പ്രതിഷേധിക്കുന്നവരാണ് മാർജിയുടെ മാതാപിതാക്കൾ. പക്ഷെ ഭാവിയിൽ ഒരു പ്രോഫറ്റ്, ഒരു പ്രവാചക ആകാൻ തീരുമാനിച്ച മാർജി ആ പക്ഷമല്ല. ദൈവം തിരഞ്ഞെടുത്തതാണ് രാജാവിനെ എന്ന് പാഠപുസ്തകത്തിൽ ആദ്യ പേജിൽ തന്നെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ രാജാവിനെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർജി മാതാപിതാക്കളോട് സംവാദത്തിലേർപ്പെടുന്നത്. ആദ്യം അവളുടെ അച്ഛൻ മാത്രമേ അവളെ ഗൗരവത്തിലെടുത്തുള്ളൂ. ഇറാൻ്റെ 2000 വർഷത്തെ ചരിത്രം അച്ഛൻ്റെ വർണ്ണനയായി ആറ്റിക്കുറുക്കി 2 പേജിൽ 16 ബോക്സുകളിലായി സത്രപി പറഞ്ഞു വയ്ക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലും തുർക്കിയിലുമൊക്കെ റിപ്പബ്ലിക്കൻ ആശയങ്ങൾ ഉണരുന്ന കാലത്ത് റിപ്പബ്ലിക്കൻ ആശയങ്ങളാൽ ആവേശിക്കപ്പെട്ട ഒരു സൈനികൻ തൻ്റെ വിപ്ലവകരമായ ആശയങ്ങളുമായി ചക്രവർത്തിയെ എതിരിട്ട കഥയാണ് അത്. വിപ്ലവകരമായ ജനാധിപത്യ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് അക്ഷരാഭ്യാസമോ നേതൃനിരയിൽ അനുഭവമോ ഇല്ലാത്തത് സൈനികന് പ്രശ്നമായി. അപ്പോൾ എണ്ണനിക്ഷേപം കണ്ണുവെച്ച് സാമ്രാജ്യത്വ ശക്തികൾ ഈ സൈനികൻ്റെ ആഭ്യന്തര അട്ടിമറി ശ്രമത്തിന് കൂട്ടുവന്നു. എന്നാലോ ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കി പ്രസിഡൻ്റാകാൻ ആഗ്രഹിച്ച അയാൾക്കുണ്ടാവാനിടയുള്ള ജനപ്രീതി നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട് പിന്നെയും ചക്രവർത്തി തന്നെയാകാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. അയാൾ വഴി എണ്ണക്കടത്ത് നടത്തുക മാത്രമായിരുന്നു സാമ്രാജ്യത്വ മോഹം. ഇങ്ങനെയൊക്കെയുള്ള ഈ കഥയിൽ ദൈവത്തിന് എന്തെങ്കിലും പങ്കില്ലെന്ന് മാർജിയുടെ അച്ഛൻ കൃത്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ദൈവം കുറച്ചെങ്കിലും സഹായിച്ചിരിക്കും എന്നായി മാർജി. അപ്പോഴാണ് മാർജിയുടെ അച്ഛൻ അയാളുടെ സത്യത്തിൻ്റെ അടുത്ത ഷീറ്റ് ഇറക്കിയത്. അട്ടിമറിക്കപ്പെട്ട ചക്രവർത്തി മാർജിയുടെ മുതുമുത്തച്ഛനത്രേ. അങ്ങനെ അച്ഛൻ്റെ വീഴ്ചയാൽ രാജജീവിത പാതയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മുത്തച്ഛൻ യൂറോപ്പിൽ പഠിക്കുകയും ബുദ്ധിജീവികളുമായി സമ്പർക്കത്തിലാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പേരിൽ ഷായുടെ കൂട്ടുകളികൾ അദ്ദേഹത്തെ ജയിലിലടച്ച കഥ പറയുമ്പോൾ മാർജിയുടെ അമ്മയുടെ ഓർമ്മകളാണ് ബാക്കി കഥ പറയുന്നത്. ജയിൽ മുറിയിൽ ദീർഘനേരം വെള്ളത്തിൽ നിർത്തപ്പെട്ട് വാതരോഗിയായി തീർന്ന തൻ്റെ മുത്തച്ഛൻ അനുഭവിച്ച പീഡകൾ കേട്ട് മാർജിയും അതേപടി ചെയ്തു നോക്കി. ദീർഘനേരം വെള്ളത്തിൽ കിടന്നുള്ള ബാത്തബിൽ കിടന്നുള്ള കുളിയിൽ മാർജിക്ക് ദൈവം മാത്രമാണ് കൂട്ടുവന്നത്.
സത്രപിയുടെ കഥനത്തിൽ പൊതുവെ തന്നെ നീതിയും ദൈവവും സഹാനുഭൂതിയുടെ നിമിഷങ്ങളിൽ മാത്രമാണ് വൈരുദ്ധ്യങ്ങളില്ലാതെ കാണപ്പെടുന്നത്. അസമത്വങ്ങൾ തീർക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും സ്വന്തം വീട്ടിലെ വേലക്കാരിക്കുട്ടി പ്രണയം വഴി തൻ്റെ വർഗനിലകളെ അതിവർത്തിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാത്ത, സഹാനുഭൂതി കാണിക്കാത്ത തൻ്റെ അച്ഛനെ കണ്ട് മാർജി ആശയക്കുഴപ്പത്തിലാകുന്നു. അവളുമൊത്ത് പ്രതിഷേധത്തിന് പോയി തിരികെ എത്തിയതിന് മാർജിയും അവളുടെ അമ്മയുടെ ശിക്ഷ സഹിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും പോലീസിൽ നിന്ന് തല്ലുകിട്ടിയില്ല, ജയിലിലടയ്ക്കപ്പെട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ശിക്ഷ കൃത്യം കിട്ടിയത് എന്നതും മാർജിയുടെ തിരിച്ചറിവാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായി മരിച്ചു പോകുന്നവരുടെ മൃതദേഹങ്ങൾ സത്രപി വരയ്ക്കുന്നുണ്ട്. പക്ഷിക്കൂട്ടം പോലെ പറന്നു പോകുന്നവർ, അലങ്കാര മോട്ടിഫുകൾ പോലെ വിന്യസിക്കുന്നവർ. ചക്രവർത്തിയെ അധികാര നിഷ്കാസനം ചെയ്യുന്ന ജനങ്ങൾ ഒരേ മുഖവും ഒരേ ഉടൽനിലയുമുള്ള അച്ചടക്കക്കാരാണ്. എത്ര കൂടുതൽ ചക്രവർത്തി ജനാധിപത്യം പരീക്ഷിച്ചുവോ അത്രയുമധികം അയാളെ ആളുകൾ അവിശ്വസിച്ചു. ഏതൊരു ജനക്കൂട്ടവും എന്തെങ്കിലും തീർച്ചപ്പെടുത്തിയവരുടെ മാത്രമല്ല, അധികാരത്തെ അവിശ്വസിക്കുന്നവരുടെ ആവിഷ്കാരവും കൂടിയാണെന്ന് പെർസിപ്പോളിസ് ചിത്രങ്ങൾ നിരന്തരം കാണിക്കുന്നുണ്ട്. ഇതിലെ ജനക്കൂട്ടങ്ങളുടെ പ്രതിനിധാനങ്ങളെല്ലാം കോമിക് സ്വഭാവങ്ങളുള്ളതാണ്. ഒപ്പം വിപ്ലവങ്ങളിലും രക്തസാക്ഷിത്വങ്ങളിലും പങ്കുപറ്റാൻ വേണ്ടി എന്തു നുണയും നിർമ്മിക്കാവുന്ന ജനങ്ങളുടെ നെറേറ്റീവ് ക്ലോസപ്പ് സീക്വൻസുകളും സത്രപി ഈ പുസ്തകത്തിൽ വേണ്ടത്ര തരുന്നു. കോമിക്കുകൾ വിനോദത്തിനായിരിക്കെ തന്നെ വിനോദം പല വിലക്കുകളെയും പൊട്ടിച്ചെറിയാൻ ശേഷിയുള്ള ഒരു അനുഭൂതിയാണെന്നത് കലാകാരിയുടെ തിരിച്ചറിവുമാണ്. കോമിക്ക് വൈരുദ്ധ്യങ്ങളെ മറനീക്കി കാണിക്കുന്ന ഒരു വിശേഷ ബുദ്ധിയുള്ള ആധുനിക സംവേദന രൂപമാണ്. പക്ഷേ സ്ത്രീകൾ ഈ വിശേഷ ബുദ്ധിയുടെ പരിഹാസ വിഷയം മാത്രമായിട്ടാണ് ഏറെയും കാണപ്പെടുന്നത്. കുട്ടികളിൽ അത് സഹജ കുട്ടിത്തമായി രേഖപ്പെടും. പലപ്പോഴും കുട്ടി എന്ന അപരലോകത്തിന് മുതിർന്നവർ നൽകുന്ന ഗുണപാഠമായി കുട്ടിക്കഥകൾ അഥവാ ബാലസാഹിത്യം പലതും നിൽക്കുന്നത് കാണാം. ഇത്തരത്തിൽ കേവല ഹാസ്യലോകമായി കോമിക് വ്യവഹാരങ്ങളെ ഇക്കാലമത്രയും നിലനിർത്തിയത് അതിലെ പുരുഷ ലോകമാണ്. പക്ഷെ എവിടെ വെച്ചാണോ വൈരുദ്ധ്യങ്ങളുടെ രാഷ്ട്രീയ ലോകം അധികാരബന്ധങ്ങളുടെ വ്യക്തമായ ചിത്രീകരണമായി വെളിപ്പെടുന്നത്, അവിടെ കഥ മാറുന്നു. അങ്ങനെ വ്യക്തമായ ചിത്രീകരണം ഈ നേറിയ കൂറും നടത്തുന്നത് സ്ത്രീകളും അവരുടെ നശിക്കാത്ത ഓർമ്മകളുമാണ്. ഗ്രാഫിക് നോവലുകൾ ഇന്ന് വളരെ വൈവിധ്യമേറിയ ഫെമിനിസ്റ്റ് സാംസ്കാരിക ജ്ഞാനം രൂപപ്പെടുത്തുന്നു. വീട്ടകങ്ങളിലും പൊതുവിടങ്ങളിലും ഒരുപോലെ ഇവർ ഉണർത്തുന്ന നീതിയുടെ വിഷയം ഗ്രാഫിക് നോവലുകളിൽ പ്രതിധ്വനിക്കുന്നു.